സാർ ഞാൻ പരീക്ഷയ്ക്കെല്ലാം പഠിച്ചിട്ടൊക്കെയാണ് പോവുക. പക്ഷെ പരീക്ഷാ ഹാളിൽ പോയിരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് എങ്ങനെ ഉത്തരം കൊടുക്കണമെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ ചോദ്യം പോലും മനസ്സിലാവില്ല. ഇത് ഈ ചോദ്യത്തിനാണോ ഞാൻ പഠിച്ചത്, ഇതിങ്ങനെ പഠിച്ച പോലെ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോവും. എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചോദ്യങ്ങൾ കാണുമ്പോൾ കിളി പോവും. ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്മസ് പരീക്ഷയിലോ ഓണ പരീക്ഷയിലോ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റിലൊക്കെ ഈ ഫീലിംഗ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കല്ല മക്കളെ, പലർക്കും ഈ വർഷങ്ങളിലും അല്ല കഴിഞ്ഞ വർഷങ്ങളിലോ എല്ലാ വർഷങ്ങളിലും എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ, അപ്പം ഇതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു ക്രിക്കറ്റിൻ്റെ ഗെയിം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരാണ്. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആ ക്രിക്കറ്റിൻ്റെ ഗെയിം നല്ല അടിപൊളി ക്രിക്കറ്റ് ഗെയിമാണ്, ഫുൾ 3D ഒക്കെ ഉള്ള ക്രിക്കറ്റ് ഗെയിമാണ്. എന്നിട്ട് ആ ക്രിക്കറ്റിൻ്റെ ഗെയിം നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ റൂൾസൊക്കെ പഠിക്കാൻ പറഞ്ഞു. ഫുൾ റൂൾസ് എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് ഷോട്ട്സ് ഉണ്ട്, എങ്ങനെയൊക്കെ ബോൾ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഫീൽഡ് ചെയ്യേണ്ടത്, എവിടേക്കാണ് ഷോട്ട് ഉണ്ട്, എന്തൊക്കെയാണ് ഫീൽഡിങ് ഫോർമേഷൻ, അത് നിങ്ങൾ ആ ഗെയിം നോക്കി ഫുൾ അടിപൊളി റിയലിസ്റ്റിക് ഗെയിമാണ്, വെർച്വൽ റിയാലിറ്റീൻ്റെ ആ പെട്ടിയും കൂടെ തലവെച്ച് വന്നു നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു 50 ദിവസം നിങ്ങൾക്ക് തന്നിട്ട് ഒരു ദിവസം നിങ്ങളെ ഞാൻ ക്രിക്കറ്റിൻ്റെ മൈതാനത്തിലേക്ക് ഇറക്കി വിടുകയാണ്. എന്നിട്ട് ഒരു ബോൾ നിങ്ങളോട് ഫേസ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഈ ഒരു 50 ദിവസത്തെ ഈ ക്രിക്കറ്റിൻ്റെ ഈ ഗെയിം കളിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വരുന്ന ബോൾ നല്ലൊരു ബോളാണ് 6 അടിക്കാൻ പറ്റും? ആർക്കും പറ്റില്ല. ആ ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾ എത്ര ക്രിക്കറ്റിനെ പറ്റി അതൊന്ന് മനസ്സിലാക്കിയാലും ആക്ച്വൽ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് ഗെയിം. അത് ഗെയിം കളിച്ച് മറ്റേ കമ്പ്യൂട്ടർ ഗെയിം കളിച്ച ആൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാൻ എല്ലാ ദിവസവും ഈ ഗെയിമിൻ്റെ ആ ഗെയിമൊക്കെ വെർച്വൽ റിയാലിറ്റി ഗെയിമും ഫോൺ ഗെയിമൊക്കെ ഇവിടെ നിർത്തിട്ടെ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഒരു ബോൾ എറിയാണ്, നിങ്ങളോട് മെല്ലെ അടിക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം ഞാനൊരു 50 ബോൾ എറിഞ്ഞു വന്നു, നിങ്ങൾ 50 ബോളും നിങ്ങൾ അടിച്ചു പറ്റുന്ന പോലെയൊക്കെ. അങ്ങനെ 50 ദിവസം നമ്മൾ ഓരോ ദിവസം 50 ബോൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു. ഓരോ ദിവസം നിങ്ങൾ ബെറ്ററായി തരണം. എന്നിട്ട് 50ാമത്തെ ദിവസം ഞാനൊരു ബോൾ എറിഞ്ഞു. നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ടാവും നിങ്ങൾക്ക് 6 അടിക്കാൻ പറ്റാൻ. ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? ഈ വ്യത്യാസം തന്നെയാണ് നിങ്ങളുടെ പഠനത്തിലും നിങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? കുറേ ഇങ്ങനെ വായിക്കും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പരീക്ഷാ ഹാളിൽ പോയിട്ട് നിങ്ങളോട് വായിച്ച് മനസ്സിലാക്കാനാണ് നിങ്ങളുടെ ടാസ്ക് എങ്കിൽ, അതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. പക്ഷെ പരീക്ഷാ ഹാളിൽ അങ്ങനെയല്ല. പരീക്ഷാ ഹാളിൽ ചോദ്യം ഉണ്ടാവും, ഉത്തരത്തിന് ഒരു ഹിൻറ്റും കൊടുക്കില്ല. നിങ്ങൾ ഫുൾ എഴുതി ഉണ്ടാക്കണം. നിങ്ങളത് ശീലിച്ചില്ല, നിങ്ങൾക്കത് പ്രാക്ടീസ് ഇല്ല. നിങ്ങൾക്ക് എന്താണ് വായിക്കുന്നത് മാത്രമേ പ്രാക്ടീസ് ഉള്ളൂ. ചോദ്യം വായിക്കുന്ന ആൻസർ ആയിരിക്കും, ചോദ്യം വായിക്കുന്ന ആൻസർ അത് മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ളൂ. നിങ്ങൾക്ക് ആക്ച്വൽ ചോദ്യങ്ങൾ കാണുമ്പോൾ അതും ആ ചോദ്യങ്ങളും എന്താണ്, ഒരു ചോദ്യം കഴിഞ്ഞാൽ അടുത്ത ചോദ്യമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ നിങ്ങൾ ചോദ്യങ്ങൾ കാണുമ്പോൾ ആ ചോദ്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ല. കാരണം നിങ്ങൾ പഠിക്കുന്ന എന്താ, ഓരോ ചാപ്റ്ററിലെ കുറേ ചോദ്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അടുത്ത ചോദ്യം എന്താണ്. അങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇവിടെ ഒരു ചോദ്യം കഴിഞ്ഞാൽ അടുത്ത വേറെ 10ാമത്തെ ചാപ്റ്ററിലെ ചോദ്യം, പിന്നെ 5ാമത്തെ ചാപ്റ്ററിലെ ചോദ്യം. അപ്പോൾ ആ ചോദ്യം മനസ്സിലാക്കാൻ തന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ 50 ദിവസം ക്രിക്കറ്റ് ബോൾ ആക്ച്വലി അടിച്ച് പ്രാക്ടീസ് ചെയ്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആക്ച്വൽ ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അത് വെറുതെ എന്ത് ചെയ്താൽ പോരാ, ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ചോദ്യങ്ങളും എടുത്തിട്ട് അല്ലെ ഒരു നോട്ട്ബുക്കിലൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ നോക്കി വായിച്ച് പഠിച്ചാൽ പോരാ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഏറ്റവും ബെസ്റ്റ് വഴി ഞാൻ പറഞ്ഞു. ഏറ്റവും ബെസ്റ്റ്, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, മടിയൊക്കെ തോന്നും, എന്നാലും ഏറ്റവും ബെസ്റ്റ് രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം ടെസ്റ്റുകൾ ഉണ്ടാക്കുക. നിങ്ങൾ സ്വയം ടെസ്റ്റുകൾ ഉണ്ടാക്കാം. ഇതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അലൻ സാറിൻ്റെ മാത്സിലാണെങ്കിൽ അലൻ സാറിനെ നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്യൂബിലെ അരിത്തമെറ്റിക് സീക്വൻസോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനോ ഏത് ചാപ്റ്ററാണോ നിങ്ങൾക്ക് അത്യാവശ്യം ആദ്യം എളുപ്പമുള്ള ചാപ്റ്റർ വെച്ച് തുടങ്ങാം. ആ എളുപ്പമുള്ള ചാപ്റ്ററിൽ അലൻ സാറിൻ്റെ ക്ലാസ് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് എടുത്ത് വെക്കുക. എന്തെങ്കിലും ചെയ്യാം, എവിടെ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടണം. എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവില്ല ക്ലാസ്സിൽ. ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബുക്കിൽ ഒരു വൃത്തിയുള്ളൊരു പുതിയ ബുക്കൊക്കെ വാങ്ങുക. ടെസ്റ്റിന് വേണ്ടിയുള്ള ബുക്കാണ്. അതെല്ലാം കൂടെ നിങ്ങൾ ആ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് ഓർഡറിൽ എഴുതരുത്, തോന്നുന്ന ഓർഡറിലൊക്കെ ആക്കുക. 1 എന്ന് എഴുതിയാൽ പിന്നെ 2 എന്ന് എഴുതുക, അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക, 3 4 ക്വസ്റ്റ്യൻ എഴുതുക, 3 എന്ന് അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. അപ്പോൾ റാൻഡം ഓർഡറിൽ നിങ്ങൾ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഫുള്ളാക്കുക. എന്നിട്ട് നിങ്ങളൊരു 3 ദിവസം അത് നോക്കരുത്. 3 ദിവസം നിങ്ങളത് നോക്കരുത്. അപ്പോൾ 3 ദിവസം കൊണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയൊക്കെ ടെസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ടെസ്റ്റ് ശരിക്കും എടുക്കുക. ഓക്കെ, നിങ്ങളൊരു സമയം കൊടുക്കുക. ഒരു 10 ക്വസ്റ്റ്യൻ ആണ്, ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ. ആദ്യമൊക്കെ കുറച്ച് അധികം കൊടുത്തു, 30 മിനിറ്റ് സമയം കൊടുക്കുക. ഫോണിൽ ടൈമർ ഓൺ ആക്കുക. ഈ 20 10 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ ശരിക്കും അറ്റംപ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ കാണുന്നു, നിങ്ങൾ പരീക്ഷയിൽ എങ്ങനെയാണോ എഴുതാൻ പോകുന്നത് അങ്ങനെ തന്നെ ചെയ്യുക.
ബെസ്റ്റ് വഴിയാണ്. എന്നിട്ട് നിങ്ങൾ അനന്ത് സാറിൻ്റെ ക്ലാസ് എടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കുക ആൻസർ ശരിയാണ്. അങ്ങനെ ഈ രീതിയിൽ പരീക്ഷ അടുക്കുന്തോറും കൂടുതൽ ഈ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 ചാപ്റ്റർ, അതും ഓർഡറിലൊന്നുമല്ല, ഫസ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, 7th ചാപ്റ്റർ, 8th ചാപ്റ്റർ, 11th ചാപ്റ്റർ, 10th ചാപ്റ്റർ, അങ്ങനെ എന്തെങ്കിലും ഓർഡറൊന്നും അല്ലാത്ത ഒരു 15 ചാപ്റ്റർ നിങ്ങൾ ഒരു 5 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടി വലിയൊരു ടെസ്റ്റ് ഉണ്ടാക്കുക, ഫുൾ മാർക്കിന് ടെസ്റ്റ് ഉണ്ടാക്കുക. ടെസ്റ്റ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ചോദ്യങ്ങൾ അലൻ സാറിൻ്റെ ക്ലാസ് എടുക്കുക, കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ നോട്ട്സിൽ നിന്നുണ്ടാവും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ഓൺലൈൻ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മുടെ എക്സാമിനറിൻ്റെ ബുക്കുള്ളവർക്ക് അതൊന്നും ചെയ്യാം. എന്നിട്ട് കുറേ നല്ല നല്ല ചോദ്യങ്ങൾ കേട്ടോ, വെറുതെ കോമഡി ചോദ്യങ്ങളിൽ ഇടുക. എന്നിട്ട് അന്ന് തന്നെ അപ്പം തന്നെ എടുത്ത് എഴുതരുത് ടെസ്റ്റ്, അതുകൊണ്ട് ഒരു പോയിന്റും ഇല്ല. എന്നിട്ട് ഒരു 3 ദിവസം 4 ദിവസം അപ്പം എന്തെങ്കിലും നിങ്ങളെല്ലാം മറന്നുപോയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അറ്റംപ്റ്റ് ചെയ്യാം, സമയം വെച്ച് അറ്റംപ്റ്റ് ചെയ്യാം. സമയമൊക്കെ കുറച്ച് കൂടുതൽ വെച്ചോ, കുഴപ്പമൊന്നുമില്ല, പരീക്ഷ കിട്ടുന്ന സമയം തന്നെയല്ല, കുറച്ചും കൂടി കൂടുതൽ വെച്ചോ. പക്ഷേ ആ ടെസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ആ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് പോസ് ചെയ്യരുത്, ഇടയ്ക്ക് നിർത്തി പോയരുത്. കാരണം പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? പരീക്ഷ ഹാളിൽ ഇപ്പം കുറച്ച് നേരം സമയം പോസ് ചെയ്താൽ ഞാൻ വൈകുന്നേരം വന്ന് ബാക്കി എടുക്കാം എന്നൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. ആ പരീക്ഷ എടുക്കുന്ന സമയത്ത്, ഈ പരീക്ഷ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അച്ഛനും അമ്മയെ വിളിച്ചാലൊന്നും പോകാൻ പാടില്ല. പറയുക, പരീക്ഷ എഴുതാൻ പറഞ്ഞാൽ മതി. ഓക്കെ, വെള്ളം മാത്രം വേണമെങ്കിൽ കുടിക്കാം, വേറെ ഒന്നും നിങ്ങൾക്ക് അതിനിടയിൽ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ തന്നെ നിങ്ങൾ എടുത്തു വെക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നേരത്തെ പറഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ പോലെ തന്നെയുള്ളൂ. ഈ സാധനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചോദ്യം കാണുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനും അതിന് ഉത്തരം കൊടുക്കാനും അത് എഴുതി വെക്കാനും, അടുത്ത ചോദ്യം കാണുമ്പോൾ അത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാനും, പിന്നെ ഇടയ്ക്ക് ചോദ്യം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഓർമ്മ വരില്ല, അപ്പോൾ ആ ചോദ്യം അപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് പോയി പിന്നെ അത് മാർക്കൊക്കെ ചെയ്ത് വെച്ച് പിന്നീട് പരീക്ഷ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സമയം വെച്ചില്ല ചെയ്യുന്നത്, ആ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്ന് അതിൻ്റെ ഉത്തരം കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങളുടെ പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ചോദ്യങ്ങൾ കുറേ കണ്ടതാണ്, ഇത്ര ചോദ്യങ്ങൾ നിങ്ങൾ പല ടെസ്റ്റ് പേപ്പറിലും കണ്ടതാണ്. അപ്പോൾ മാക്സിമം അത് ചെയ്യാൻ നോക്കുക. സാർ എത്ര ഇങ്ങനത്തെ ടെസ്റ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല, മാക്സിമം നിങ്ങൾ ചെയ്യാം. മിനിമം നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 10 ടെസ്റ്റെങ്കിലും എടുക്കാൻ നോക്കുക. 10 ടെസ്റ്റ് എടുത്താൽ നിങ്ങളുടെ കാര്യം സെറ്റായി. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ എടുക്കാം. ഓക്കെ, ചെറിയ ടെസ്റ്റുകളും വലിയ ടെസ്റ്റുകളുമായിട്ട് 10 ടെസ്റ്റ് എടുക്കാൻ നോക്കുക. ഏറ്റവും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റിൽ എടുക്കുക. ഓക്കെ, ഓൾസോ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. പലരും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ടെസ്റ്റിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നുമില്ല. പലരും ചെയ്യുന്നതാണ്, നല്ല എക്സാമിനൊക്കെ പഠിക്കാൻ പോകുന്നവർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ, ആരും ഉണ്ടാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ആ ഗ്യാപ്പ് വെക്കുക, 3 ദിവസം 4 ദിവസം ഗ്യാപ്പ് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. രണ്ടാമത്തെ ഒരു ടെക്നീക്കാണ് ഞാൻ ഉണ്ടാക്കിയ ടെക്നിക്ക്, പൊത്തൽ ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ ഞാനൊക്കെ എൻ്റെ സ്കൂൾ ലൈഫിലും എൻ്റെ കോളേജ് ലൈഫിലൊക്കെ ചെയ്യുന്ന, വേണേൽ ഇപ്പോഴും ഇടയ്ക്ക് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ മാത്സിൽ കാണാം, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ പോലെ ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഇതല്ലേ, നോഡ് ആൻസർ നോക്കട്ടെ, ഫൈൻഡ് എന് 1 ഇട്ട് കൊടുത്തു, അപ്പോൾ ദ ഫസ്റ്റ് ടേം കിട്ടി 2. ഓക്കെ, മനസ്സിലായി. ഒരു കാര്യമില്ല, ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്നു, ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് ടേംസ് ഓഫ് ദി ഫസ്റ്റ് ടേംസിന് സം ഉണ്ടെങ്കിൽ 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കറിയാം 10 സ്ക്വയർ പ്ലസ് 10 കിട്ടുന്നു. നിങ്ങൾക്കെല്ലാം മനസ്സിലായി. 5 ടേംസിൻ്റെയാണ് അത്, എല്ലാം മനസ്സിലായി. ഒരു കാര്യമില്ല ഇങ്ങനെ പഠിച്ചിട്ട്. നാളെ ഇതേ ചോദ്യം നിങ്ങളുടെ പരീക്ഷ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അതങ്ങനെയാണ്, കാരണം ഇത് ആരോ എഴുതി വെച്ച ആൻസറാണ്. നിങ്ങൾ ജസ്റ്റ് വെരിഫൈ ചെയ്യാണ്. ഈ ആൻസർ നിങ്ങളിങ്ങനെ വെറുതെ വായിച്ച് നിങ്ങൾ നോക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ എന്തേ ചെയ്യുന്നുള്ളൂ, ഈ സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് നിങ്ങളുടെ ബ്രെയിൻ നോക്കുന്നുള്ളൂ. അത് മനസ്സിലാവുന്നതിൻ്റെ ബ്രെയിൻ പറയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും. പക്ഷെ നിങ്ങൾ പഠിക്കില്ല. അതുകൊണ്ട് നാളെ ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, വളരെ സിമ്പിളാണ്, ഇത് പൊത്തുക അങ്ങോട്ട്. ഞാൻ ഇത്രയും പൊത്തണം, നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ ബുക്കിലാണ്, നിങ്ങൾ ഇത്രയും പൊത്തുക. ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യുക, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ചെയ്യുക. അത് ഫുൾ ചെയ്യണം, ആൻസർ കിട്ടുന്നവരെ ചെയ്യണം. കാരണം പരീക്ഷയിൽ ആൻസർ കിട്ടുന്നവരെ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ആൻസർ കിട്ടുന്നവരെ, പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയം എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ ആൻസറിലേക്ക് എത്തിച്ചേര് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇടയിൽ വെച്ചാൽ ബാക്കി എനിക്കറിയാം, നോ അത് നടക്കില്ല. നിങ്ങൾ അവസാന ആൻസർ എത്തിക്കുക, അറിയെങ്കിൽ നിങ്ങൾ എത്തിക്കുക, നോക്കട്ടെ എത്തിക്കാൻ പറ്റുമോ. പൊത്തുക, ആൻസർ എത്തിക്കുക, ചെക്ക് ചെയ്യുക. ഈ മെത്തേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചോദ്യത്തിന് പോലും, അത് സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഒന്നിന് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നോക്കി വർക്ക് ചെയ്യാൻ പോകുന്നില്ല. നേരെ മറിച്ച് പൊത്തുക, ആൻസർ ചോദ്യം പൊത്തി വെക്കരുത്, ആൻസർ പൊത്തി വെക്കുക, അത് എഴുതുക,
എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക എവിടെയാണോ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. സോഷ്യൽ സയൻസ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും എന്തിനും ഡെഫിനിഷൻസ് ഒക്കെ എഴുതാൻ പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ സയൻസിന് ഹിസ്റ്ററിയുടെ 4 ഇപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ 4 അല്ല യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സോ അല്ല യുദ്ധം ഇയാൾ ജയിച്ചത് എങ്ങനെയാണ് ജയിച്ചത് 4 പോയിൻറ്റ്സ് പഠിക്കുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പൊത്തി വെക്കുക എഴുതുക ചെക്ക് ചെയ്യുക. ഈ 2 മെത്തേഡ്സ് നിങ്ങൾ ചെയ്താൽ ഓക്കെ. ഈ രണ്ടാമത്തെ ടെക്നിക്ക് എങ്ങനെ പഠിക്കണം എന്നും കൂടിയാണ്. ഫസ്റ്റ് ടെക്നിക്ക് എന്താണ് എങ്ങനെ എക്സാമിന് റെഡി ആവുന്നതാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പിൽ ഗ്രൂപ്പിലിടുക, സ്റ്റേറ്റസ് ഒക്കെ ആക്കി വെക്കുക. നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. കാരണം ആഫ്റ്റർ ഓൾ അവരും ഇതേപോലെ ബുദ്ധിമുട്ടുന്നവർ പലരും ഉണ്ടാവും. എല്ലാവരും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളത് ഫുൾ പഠിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് കൊളാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ വീഡിയോ എടുത്താവുന്നവർ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് ഈ വീഡിയോ മാത്രമല്ല അവർ നാളെ അത് കണ്ടുകൊണ്ട് ഈ ചാനലിൽ വന്നിട്ട് ബാക്കിയുള്ള ക്ലാസ്സസ് കണ്ട് അവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ല രസമായിരിക്കില്ല. എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ A+ കിട്ടുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും മക്കളെ. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി, നിങ്ങളുടെ ഫ്രണ്ടിന് ഫുൾ A+ മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭയങ്കര ഒരു മോശം ഫീലിംഗ് ആയിരിക്കും. അവന് കിട്ടിയില്ലല്ലോ. അപ്പോൾ അയാൾക്കും പിന്നെ സ്കൂളിലേക്ക് വരാനും നിങ്ങളെ മീറ്റ് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് നാളത്തേക്കാണെങ്കിലും ആ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്തിനാക്കെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം, എല്ലാവർക്കും ഫുൾ A+ കിട്ടാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം, ഞാൻ ഷെയർ ചെയ്തു, ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഇത് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പരീക്ഷയിൽ കിളി പോകുന്ന പ്രശ്നം ഒരിക്കലും വരാൻ പോകുന്നില്ല. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ എന്തെങ്കിലും പ്രത്യേക റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.